ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാൽ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ കോപത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷ വന്നിരിക്കുന്ന ഈ ദാസനെ അങ്ങയുടെ അജഗണത്തിൽ ചേർക്കുകയും പ്രസാദപരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്നങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹനാക്കണമേ. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണുനീര് കുടിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും? എന്റെ ആത്മാവെ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് സ്വസ്ഥമായിരിക്കുന്നു.
പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രി ഞാൻ അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസനിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ ഉദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോൺ മരി വിയാനി മുദ്രിതനായിരിക്കുന്നു. സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ ദൈവം. Hallelujah.
മിശിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവന്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തേക്ക് വിട പറഞ്ഞപ്പോൾ Therefore, we have been buried with him by baptism into death, so that just as Christ was raised from the dead by the glory of the Father, so we too might walk in newness of life. For if we have been united with him in a death like this, we will certainly be united with him in a resurrection like his. We know that our whole self was crucified with him, so that the body of sin might be destroyed, and we might no longer be enslaved to sin. For whoever has died is freed from sin. But if we have died with Christ, we believe that we will also live with him. We know that Christ, raised from the dead, will never die again. Death no longer has dominion over him. For death he died to sin once for all. But the life he lives to God. So you also must consider yourself dead to sin and alive to God in Christ Jesus. This is the word of God. Thanks be to God. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ
ഗലീലയിൽ നിന്ന് ജോർദാനിൽ അവൻ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയും നീ എന്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. അങ്ങനെ സർവ്വനീതിയെ പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞുകൊണ്ട് യേശു വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. പ്രിയ ജോബിൻ സുപ്രിയ, ജോയുടെ ചേച്ചി, പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരൻ, സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിരിക്കുക ഇവരെന്റെ പ്രിയപുത്രനാകുന്നു എന്ന സ്വർഗ്ഗത്തിൽ നിന്ന് സ്വരം ശ്രമിച്ചു. അതാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ജോൺ എനിക്ക് പ്രിയപ്പെട്ടതാണ്. മാമോദീസ വേളയിൽ ഈ ദേവാലയത്തിൽ മുന്നോട്ടാൻ പോകുന്ന സ്വരമാണ് യുവാവായി ദൈവം അത് അനുവദിച്ചു. അത് ശ്രമിക്കാനും ദൈവത്തോട് നന്ദി പറയാനുമായിട്ടാണ് നമ്മൾ കുടുംബത്തോടൊപ്പം കൂടിയായിരുന്നത്. ജോബിനും സുബ്രിയയ്ക്കും ഇവിടെ കൂടി എല്ലാവരുടെയും പേര് പ്രത്യേക അഭിനന്ദനങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം അറിയുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് രണ്ടുപേരെ മാത്രം. ആദ്യ മാതാപിതാക്കൾ. പിന്നീട് അങ്ങോട്ട് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന് പങ്കുകാരായത് മനുഷ്യരാണ്. വിവാഹിതരായി കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഓരോ ദമ്പതിമാരും ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന് പങ്കാളികളാകും. സഭയില് ഇന്ന് ജോബിനെ പറ്റിയും സുപ്രിയെ പറ്റിയും ഒരുപാട് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന അവസരം ഒരുപക്ഷെ കൂടി എല്ലാവർക്കും എന്നേക്കാൾ അധികമായിട്ട് ജോബിനെ ചേച്ചിയും കുടുംബത്തെയുമായി എന്നിരുന്നാൽ പോലും ഒരു വാക്ക് ഈ കുടുംബത്തെ കുറിച്ച് പറയാം. എൻ്റെ കടമയാണ് ഈ കരുതുക. ജോണയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫയല് ജോണയുടെ ഈ ഡൽഹി വന്ന നാൾ തുടങ്ങി ഇന്ന് വരെയുള്ള ഇടവകകളിലെ തിരുനാൾ നോട്ടീസ് ജോണയുടെ വീട്ടിൽ നിന്ന് കാണാം. വർഷങ്ങൾ പഴക്കമുള്ള 20 വർഷത്തിൽ പഴക്കമുള്ള നോട്ടീസുകൾ, തിരുനാൾ നോട്ടീസുകൾ ജോണയുടെ ഫയലിൽ കാണാം. ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നു, ആ കുടുംബം എത്രത്തോളം സഭയോട്, എത്രത്തോളം ഇടവകളോട്, എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നത്. ജോണേട്ട, ഞങ്ങൾ വൈദികര് ഈ അടുത്ത കാലഘട്ടത്തിൽ ഈ ദേവാലയത്തിൽ ബന്ധപ്പെട്ട് റോഡിയും അന്വേഷിച്ചൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. ജോണയുടെ കത്തിലിടവകയിൽ വലിയ അനുഗ്രഹമാണ്. ഈ കുടുംബം കത്തിലിടവകയിലെ ശോഭ ഒരു കുടുംബമാണ്. വീണ്ടും ബിയാന കുടുംബത്തിൽ ജനിച്ചു കഴിയുമ്പോൾ റോഡിയിൽ പറഞ്ഞ കാര്യമാണ് ഇടവകയിൽ മറ്റൊരു അനുഗ്രഹം ഉണ്ടായി. ജോണയുടെ പേരക്കുട്ടിയെ ഞങ്ങൾ വൈദികര് ഇടവ സമൂഹം സഭ ഇത് ബിയാനെ മാമോദിസ കുട്ടി സഭയിൽ അംഗത്വമാക്കുമ്പോൾ സന്തോഷിക്കുന്നു. ദൈവത്തോടൊപ്പം ഹീസ് അവർ ബിൽഡ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സന്തോഷം. 3 കാര്യങ്ങളാണ് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചപ്പോൾ നടന്നത്. ഒന്നാമതായിട്ട് യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാനായിട്ട് വന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴേ സംഭവിച്ചത് ഒന്ന്, സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ആത്മാവാൽ യേശു അഭിഷിക്തനായി. 3, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റി പറഞ്ഞു. നമുക്ക് ഇന്നും ഈ 3 കാര്യങ്ങൾ നടക്കുക. സ്വർഗ്ഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവാൽ അഭിഷിക്തനാണ്. നമ്മൾ ആത്മനാശ്രമിക്കും. അവർ മാറ്റി. സാധാരണ മാമോദീസായ സംഭവിക്കുന്നത്, ഓരോ ക്രൈസ്തവനും സംഭവിക്കുന്നത് 5 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഉത്ഭവം,
രണ്ടാമത് സംഭവിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കർമ്മപാപം മൂലമോ അല്ലെങ്കിൽ മാമോദീസായുടെ കർമ്മപാപത്തിൽ നമ്മൾ നേടും. മൂന്ന്, ദൈവപുത്രരായിട്ട് മാറും. വീണ്ടും സംഭവിക്കും. അങ്ങനെ ദൈവരാജ്യത്തിന്റെ അംഗത്വം എടുക്കും. ഒടുവില് സ്വർഗത്തിന്റെ അവകാശികളാണ്. ഈ അവസാന കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പോഴത്തെ ജോബിനും സുപ്രിയൊക്കെ ബിയാനിൽ എങ്ങനെ വിനർ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചേച്ചി ജോലികളിൽ വലിയ സൗഭാഗ്യത്തിൽ കയ്യിൽ നിറങ്ങില്ല. നമ്മുടെ ജ്ഞാനസ്നാനമാതാക്കന്മാരുണ്ട്, കുട്ടിയുടെ അപ്ബ്രിംഗിങ്, സ്പീച്ച് അപ്ബ്രിംഗിങ് കുടുംബത്തിന്റെ കൂട്ടുത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. അവന് യഥാസമയത്ത് താമസിക്കുന്ന നിങ്ങൾ മാമോദീസയ്ക്കായി ദേവാലയത്തിൽ കൊണ്ടുവരും, സഭയിലെ അംഗമാക്കുന്നു. അവന് ദൈവപുത്രനാക്കി മാറ്റും. സ്വർഗരാജ്യം അവന് അരികെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇനി അത് ജീവിക്കാനായിട്ട് you have to enrich him with gospel values. സുവിശേഷ മൂല്യങ്ങൾ കുട്ടിക്ക് ചെറുപ്പത്തിലെ പറഞ്ഞു കൊടുക്കാനായിട്ട് മാതാപിതാക്കന്മാർക്ക് സാധിക്കും. അവിടെയാണ് നല്ല മാതാപിതാക്കന്മാരുടെ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ സമയാസമയങ്ങളിൽ ഉപദാസങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഒക്കൊരു ഉത്തരവാദിത്വം ജ്ഞാനസ്നാന മാതാപിതാക്കൾക്ക്, ഗോഡ് പേരൻസ്, ഗോഡ് ഫാദർ, ഗോഡ് മദർ ഉണ്ട്. വലിയൊരു മല്ലികയുണ്ട്. കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചോറയുടെ അഭിമാനിയായിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് പറയാനുള്ളത് കുട്ടിയെ പ്രാർത്ഥിപ്പിക്കാനായിട്ട്, കുരിശു വരയ്ക്കാനായിട്ട്. ഇപ്പോഴേ കുട്ടി രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴൊക്കെ കുരിശ് കുട്ടി വരയ്ക്കാനുള്ള പ്രായമായിട്ടാണ്. കുരിശ് വരയ്ക്കണം. സ്വരം കേട്ട് അത് ഗ്രഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് വീട്ടിലെ കുടുംബ പ്രാർത്ഥനകളിൽ കുട്ടി താളം കണ്ടെത്തണം. ഈ ഉത്തരവാദിത്വം ഗ്രാൻഡ് പാരൻസിന്. അങ്ങനെ നമ്മൾ ഈ ശുശ്രൂഷയുടെ ഏറ്റവും അവസാനത്തെ ഭൂതാമയും ആശീർവാദ പ്രാർത്ഥന പറയുന്നത് പോലെ സമൂഹത്തിന്, സഭയ്ക്ക്, കുടുംബത്തിന് ഐശ്വര്യമായി മാറും. അത് കൂടുതൽ ഉത്തരവാദിത്വമാണ്. ഇവിടെ കൂടിയിരിക്കുന്നവരെ പ്രാർത്ഥനയുടെ സമയത്തിൽ ആമേൻ എന്ന് പ്രതികരിക്കും. കുട്ടിക്ക് ജീവിതകാലത്ത് മുഴുവൻ ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള യാചനകൾ ദൈവസന്നിധിയിൽ പുരോഗതി ഉയർത്തുമ്പോൾ നിങ്ങൾ ഉറച്ച സ്വരത്തിൽ ആമേൻ ഘോഷിക്കണം. നമുക്കവിടെ പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നല്ല കുഞ്ഞായി മാറാനായിട്ട്, സഭയിൽ, കുടുംബത്തിന്, സമൂഹത്തിന് നന്മയുള്ള കുഞ്ഞായി മാറാനായിട്ട്. ഒടുവിൽ ഇത് വചനം സ്ഥാപിച്ചതുപോലെ നമുക്ക് പറയാൻ സാധിക്കട്ടെ, അവർ പിളവ് ജോർമരിയായി മറ്റു ജോർമരിയായി മാറാൻ സാധിക്കും. ജോർമരിയായി വൈദ്യനായതുകൊണ്ട് ഞങ്ങൾ കാക്ഷിക്കുകയാണ് ഒരു നല്ല വൈദ്യനായിട്ട് വരട്ടെ കാക്ഷിക്കുക. ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോബിനും സുപ്രീം കോടതിയിൽ കൂടി എല്ലാം മക്കളെന്ന് നേടിയാണ്. ജോബിനും നമ്മുടെ ചേച്ചിക്ക് എല്ലാ ഭാഗങ്ങൾക്കും സുപ്രീം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിന് മക്കളെന്ന് നേരുന്നു. എല്ലാ ആശംസകളും നല്ലൊരു ന്യായമാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അത്യുന്നതനായ ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. എല്ലാ ജനതകളെയും സുവിശേഷം അറിയിച്ച് ശിഷ്യപ്പെടുത്തി സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളിലൂടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. സഹോദരരെ, ദൈവിക ജീവൻ നൽകുന്ന പരിശുദ്ധ മാമോദീസായുടെ പരികർമ്മത്തിനൊരുക്കമായി കാർമിക തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാനുള്ളത്. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കും. നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂടി
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മളെല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ പിതാവിന്റെ ഹൃദയത്തിലേക്ക് വരട്ടെ. സർവ്വജ്ഞാനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, യോഹന്നാൻ മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയെ ദൈവവസിച്ചവരും മനുഷ്യപ്രകൃതിയെ അഭിനയിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിനും ആത്മാവിനും പൗത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധത്തോടെ നടത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോൺ മരിവിയാനി വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജോൺ മരിവിയാനി മാമോദിസ മുക്കപ്പെടുന്നു. വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗ്ഗദീപമായിരിക്കട്ടെ. എല്ലാ സാഹചര്യങ്ങളിലും വിശ്വാസം ഉറച്ചുനിന്ന അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ജോൺ മരിവിയാനിയെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൽ ഇവരെ വളർത്തുന്ന മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും അങ്ങയുടെ അനുഗ്രഹിക്കാൻ പൂരിതമാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ, പിതാവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആശ്രയിക്കുവാൻ ഇവൻ ശക്തനാകട്ടെ. ലോകത്തിൽ അങ്ങയുടെ സജീവ സാക്ഷിയായി ജീവിച്ച് മരണശേഷത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇവനെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായി വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട്
മിശിഹായ്ക്ക് സാക്ഷി വഹിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ ആമേൻ. പ്രിയ സഹോദരരെ, പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്തിൽ തന്നെ കാവയിൽ ഈ ദാസനെ മുദ്രിതനാക്കാൻ തുടർന്നു. അതിനുവിരുദ്ധമായി അദ്ദേഹം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, സ്നേഹവാനായ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരെ ശക്തിപ്പെടുത്തിയ കാലത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ശ്രീമാരെയും പിതാവിയുടെ കയ്യൊപ്പ് വഴി പരിശുദ്ധാത്മാവിന്റെ ദാനം ഇന്നും സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവ്യദാനം അങ്ങയുടെ ദാസൻ നൽകുന്നതിന് എളിയവരായ എന്നെയും യോഗ്യരാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നീയും മമോദീസായോട് പുതുജന്മവും മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യും പരിശുദ്ധാത്മാവിനാൽ ഈ ദാസനെ മുദ്രിതരാക്കണമേ. പിതാവേ എന്ന് നീ വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെ ഈ ദാസൻ നൽകണമേ. കൈവപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനാൽ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന ധീരപടയാളി സഭയുടെ വിശുദ്ധദാസനുമായി ജീവിക്കുവാൻ ഇവരെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും സൗമ്യതയും ആത്മസമയവും ഇവരിൽ നിറയ്ക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്താൽ നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഈ ദാസന് ഇടയാകട്ടെ. ഞങ്ങൾ അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും പുകഴ്ചയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോൾ എപ്പോൾ എന്നേക്കും. ജോൺ മരിയാനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പൂർണ്ണനാമപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, ഈ ദാസൻ സ്വീകരിച്ച ജീവദായകമായ അടയാളവും പരിശുദ്ധാത്മാവിന്റെ പ്രഭാവപൂർണ്ണതയും ഇവൻ ആരംഭിച്ചിരിക്കുന്ന നവജീവിതവും ധരിച്ചിരിക്കുന്ന നീതിയുടെ കവചവും ശത്രുവിന്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഈ ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ ദിവ്യപരിമളം ജീവിതത്തിലുടനീളം പ്രസരിക്കുവാൻ ഇവനെ ഇടയാവുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യസൗഭാഗ്യത്തിന്റെയും അടയാളമായി ജോൺ മരിയാനി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. അങ്ങയുടെ മഹത്വത്തിന്റെ ആരാധനമായ എല്ലാ തരങ്ങളിലും സ്തുതി മാലാഖമാരുടെ മഹോന്നതനായ അങ്ങേക്ക് ആരാധിക്കുന്നു. അഗ്നിമയമായ ഗൗരികമായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിന് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ഈ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന പുതിയ ഉടമ്പടി എന്റെ രക്തമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുകയും നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങളുടെ പിതാവേ, ഈ ദാസനിൽ നിറവേറ്റിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഈ മകനെ വിശുദ്ധായ അവകാശിയെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സമ്പന്നമാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ ദാസൻ സത്യത്തിലും ആത്മാവിലും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ Amen.
മധ്യസ്ഥനെയും പ്രാർത്ഥന ശിശുവിനെ സഹായിക്കട്ടെ. ശിശുവിന്റെ നാമത്തിന് കാരണഭൂതനായ വിശുദ്ധ ജോമറിയം യാരുടെ ജീവിത മാതൃകായി വഴികാട്ടിയായിരിക്കുകയും ചെയ്യട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ പാടി വാഴ്ത്തിടാ സ്വർലോകത്തിൻ നാഥാ നിന്നാമം. നിർലീനാത്മാവായി നിന്നെ ധ്യാനമാർന്നു ഞാൻ, ഉള്ളിനുള്ളിൽ നിന്നെ തേടുന്നു. കനൽ പോലെയാം മണ്ണിൽ കഴൽ പൊള്ളി വീഴുമ്പോ കുളിർമേഘമായി കരുണാമൃതം തൂകുകൻ നാഥ. ഹല്ലേലൂയ ഹല്ലേലൂയ